ആഹാ, നീ എന്താടി നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത്? ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? നിന്നെ പോലെ ഓട്ട MBBS കാരനല്ല. ആരായാലും എനിക്ക് കാണണ്ട. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. കൊന്നുകളയും ഞാൻ ആസത്തെ. എന്നെ മാന്യന്മാരുടെ മുമ്പിൽ കരുതിച്ച് കാണിച്ചാവുണ്ടല്ലോ. പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൾ വരും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോളെ, അമ്മ മോളുടെ നല്ലതിനെ പറയൂ. ഈ വീടിന്റെ സമാധാനം തകർക്കരുത്. എനിക്ക് വേണ്ടി മോളൊന്ന് ചെല്ലേ. അമ്മ എല്ലടി പറയുന്നത്. ഞാൻ കാല് പിടിക്കാം. ചേച്ചി വാ ചേച്ചി, സാരി എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ, വാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തന്റെ മോള് കോളടിച്ചു. ആട്ടെ, അമ്പിളി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ വേഗം എടുക്കാൻ പറ. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടിട്ട് പോരെ? ഇഷ്ടപ്പെടും. സരസ്വതി, മോളെ, ഇതാ രാജീവൻ. നമ്മുടെ നാട്ടിലെ ലൊട്ടിലൊടുക്ക് ആശുപത്രിയിലെ പോലൊന്നും അല്ല. ഒരു ദിവസം 20 ഓപ്പറേഷൻ നടത്തുന്ന ഡാക്ടറാ. അതൊക്കെ അവക്കറിയാടോ. അവക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കേ. ഇഷ്ടപ്പെടാതിരിക്കോ നമ്പ്യാരെ? മോനെ, ഞാൻ ഇവളെ വളരെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ രാജീവ നീ ഒന്നും മിണ്ടാത്തത്? അവൻ ഫോട്ടോ കണ്ടതല്ലേ, ഇനി അവളോട് വല്ലതും സംസാരിക്കാനുണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഞാൻ സ്റ്റേറ്റ്സിൽ മറ്റൊരു കൾച്ചറിൽ വളർന്നവനാ. ഡാഡിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഒരു നാട്ടുമ്പുറത്താരി കല്യാണം കഴിക്കണമെന്ന്. ഓക്കെ, ഐ അഗ്രി. എനിക്കറിയേണ്ടത്, അമ്പിളി കോളേജിലൊക്കെ പഠിച്ചതല്ലേ, മറ്റാരെങ്കിലുമായി, ഐ മീൻ ഇനി ലവ് അഫയേഴ്സ്? നല്ല കാര്യായി. അച്ചടക്കത്തിലും അനുസരണയിലുമാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. അച്ഛൻ പറയുന്നതിന് മറുവാക്ക് അവക്കില്ല. അവക്ക് രാജീവനെ ഇഷ്ടമായി കഴിഞ്ഞു. എന്നാ വൈകിക്കണ്ട, ഇന്ന് തന്നെ ജോലിസരെ കണ്ട് നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം. താൻ പാടൂ. അപ്പൂട്ടൻ, ആ ചെറ്റയുടെ പേര് പറഞ്ഞാ കൊല്ലും ഞാൻ. MBBS പെണ്ണിനെ വെറും 7-ആം കൂലിക്ക് കെട്ടണം പോലും. ഞാൻ അന്നേ പറഞ്ഞതാ, ഒടുവിൽ അത് തന്നെ ആവശ്യപ്പെടുമെന്ന്. രാജീവനുമായിട്ടുള്ള വിവാഹത്തിന് 25-ാം തീയതി മുഹൂർത്തം കുറിച്ചിരിക്കുക. രാവുണ്ടി ആ വാക്ക് കൊടുത്തിരിക്കുന്നേ. അത് നടക്കണം, അതേ നടക്കൂ. അവൻ പണം ചെലവാക്കിയെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്കാം.